നിയന്ത്രണമില്ലാതെ പോകുന്ന അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങളും അൾട്ടർ ചെയ്ത വാഹനങ്ങളും സൈലൻസർ മറ്റും ഊരി വെച്ച് വളരെ ശബ്ദത്തോടെ പോകുന്ന വാഹനങ്ങളും എല്ലാം പോലീസ് കർക്കശമായ നിയന്ത്രണങ്ങൾ ചെയ്തിട്ടുണ്ട്. പുതുവത്സരാഘോഷം അമിതമായാൽ പോലീസിന്റെ പിടിവീഴും. പുതുവർഷ ദിനാഘോഷങ്ങളുടെ ഭാഗമായി അക്രമ സംഭവങ്ങളും അപകടങ്ങളും ഒഴിവാക്കാൻ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നു. ഡിസംബർ 31 രാത്രിയിൽ മയക്കുമരുന്ന് ഉപയോഗവും അമിതമായിട്ടുള്ള മദ്യപാനവും കാരണം മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും വാഹനാപകടങ്ങളും ഒഴിവാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. മദ്യപിച്ച് വാഹനമോടിക്കുന്നതും പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന വിധം സൈലൻസർ ഇല്ലാതെ ശബ്ദത്തോടുകൂടിയും 2ൽ കൂടുതൽ ആളുകളെ കയറ്റിയും ബൈക്ക് ഓടിക്കുന്നതും ബൈക്ക് സ്റ്റണ്ട് നടത്തുന്നതും രൂപമാറ്റം ചെയ്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്നതും കാണപ്പെട്ടാൽ കർശന നടപടികൾ കൈക്കൊള്ളുമെന്നും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. അനുമതിയില്ലാത്ത ലൈവ് ഷോകളും എക്സിബിഷനുകളും വെടിക്കെട്ടും നടത്തുന്നത് കർശനമായി നിയന്ത്രിച്ചിട്ടുള്ളതും അങ്ങനെ കാണപ്പെട്ടാൽ സംഘാടകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. പൊതുസ്ഥലങ്ങളിൽ മദ്യം വിളമ്പിയുള്ള പാർട്ടികളും കർശനമായി നിരീക്ഷിക്കുന്നതാണ്. ഹോട്ടലുകളും ബാറുകളും മറ്റു ഭക്ഷണശാലകളും രാത്രി 11 മണിക്ക് മുൻപ് അടക്കുന്നതിനുള്ള നിർദ്ദേശം പാലിക്കേണ്ടതാണ്. ടൗണുകളിലും ഉൾപ്രദേശങ്ങളിലും പ്രത്യേക പോലീസ് പട്രോളിംഗും ആവശ്യമായ മഫ്തി പോലീസ് സാന്നിധ്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമാധാനപൂർണമായ പുതുവത്സര ദിനം വരവേൽക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതാത് സമയം തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് ഏത് സമയത്തും രാത്രി ഉണ്ടാവുകയും ഏത് സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിലും എത്താൻ തയ്യാറുമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം.